ശത്രുക്കൾ മാരണക്രിയയിലൂടെ അല്ലെങ്കിൽ മന്ത്രവാദത്തിലൂടെ മറ്റേതെങ്കിലും മാന്ത്രികപരമായിട്ടുള്ള രീതിയിലുള്ള കൂടോത്രം എന്നൊക്കെ പറയുന്ന പോലെ ചെയ്ത് പല ആളുകൾക്കും പല രോഗങ്ങളും വരും. അങ്ങനെ വരുന്നാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ശത്രുക്കളെ കൊണ്ട് തൊഴിലക്കടായി കഴിഞ്ഞാൽ ഒരു തരത്തിലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത തരത്തിൽ ദൈനംദിനമായിട്ട് ശത്രുദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതിവിധിയാണ് പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. പ്രസാദ് വൈദ്യർ, കരിന്തറ മാന്ത്രിക വൈദ്യമഠം, കാർത്തിക ആയുർവേദിക് സഞ്ഞൂർ, നമ്പിശമ്പടി. ശത്രുക്കളെ കൊണ്ട് വരുന്ന പല പല പ്രശ്നങ്ങളുമുണ്ട്. ഈ പല പല പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ചില ആളുകളൊക്കെ നമ്മളെ എല്ലാ തരത്തിലും നമ്മളെ ദോഷങ്ങൾ വരുത്താൻ ശ്രമിക്കും. ചില ആൾക്കാർ നമ്മളെ കഴിവിനെ നഷ്ടപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും. ചില ആളുകൾ നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെടുത്താൻ ശ്രമിക്കും. അങ്ങനെ പല അപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഏൽക്കുന്നില്ലെങ്കിൽ അവർ നമ്മളെ രോഗിയാക്കാൻ വേണ്ടി ശ്രമിക്കും. നമ്മളെ ചില സംസാരിക്കാനുള്ള കഴിവ്, കാത് കേൾക്കാനുള്ള കഴിവ്, ഇതൊക്കെ നഷ്ടപ്പെടുത്തും. ഇങ്ങനെ വരുന്ന ശത്രുക്കൾ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പോൾ ആ പരിപാടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ശത്രു ഉണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടിയിട്ടും വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ ഇതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആവശ്യമില്ലാണ്ട് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ തിരിച്ചടിക്കും. ഇത് എന്താണെന്ന് വെച്ചാൽ കാത് കേൾക്കാതിരിപ്പിക്കണമെങ്കിൽ ഇപ്പം ശത്രുവിൻ്റെ ഒരു പ്രശ്നം വെച്ചാൽ എന്ത് പറഞ്ഞാലും കേൾക്കാനുള്ള ഒരു കേൾവി നഷ്ടപ്പെട്ട അയാളുടെ കാര്യം കട്ടപ്പോകാന്ന് പറഞ്ഞാൽ അങ്ങേറ്റം പരാജയമാണ്. കാരണം ചെവിട് കേൾക്കാൻ വയ്യ, പിന്നെ എന്ത് പറഞ്ഞാലും മനസ്സിലാവില്ല. അത് അങ്ങനത്തെ വന്നു കഴിഞ്ഞാൽ അതാണ് ചില ആൾക്കാർ ചെയ്യുക. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വണ്ട് ഈ വണ്ടിനെ, ഈ പറന്ന് നടക്കുന്ന വണ്ടിനെ പിടിച്ചിട്ട് അതിന് ചുട്ട ഭസ്മം വെള്ളത്തിൽ കലക്കിയിട്ട് അവരെന്ത് ചെയ്യും, ആ ചുട്ട ഭസ്മത്തിൽ ഒരു മന്ത്രം ജപിച്ചിട്ട് നമുക്ക് വെള്ളത്തിലോ കുടിവെള്ളത്തിലോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കേൾവി ശക്തി നഷ്ടപ്പെടും. അതാണ്. അപ്പോൾ അത് അങ്ങനെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഈ ജാതിക്കയുടെ പൂവ് അരച്ചിട്ട് ഈ മന്ത്രം തന്നെ ജപിച്ചിട്ട് നമ്മളത് കുടിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിവിധി ആ ദോഷങ്ങളിൽ നിന്നും വരുന്ന മാറും. ഈ മന്ത്രം ജപിക്കുക, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ ജപിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ശത്രുക്കൾ തന്നിട്ടുള്ള എന്തെങ്കിലും കൂടോത്രപരമായിട്ടോ മാരണപരമായിട്ടോ നമുക്ക് കേൾവി നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോവാനുള്ള ഔഷധ പ്രയോഗമാണിത്. അപ്പോൾ ഇത് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ശത്രുക്കൾ നമുക്കെതിരായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ ഈ വണ്ടിനെ നമ്മൾ ഇതാക്കി ജപിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് വെറുതെ ഒരു പാര വെച്ച് കൊടുക്കാം എന്ന് കരുതി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഒരു ക്രിയയാണ് നമ്മളത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, വെറുതെ നടക്കുന്ന ഒരാളെ പറ്റിക്കാനാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്കത് വളരെ ദോഷം ചെയ്യും. നമ്മളുടെ കേൾവി നഷ്ടപ്പെടും. അത് നമ്മൾ മനസ്സിലാക്കുക. മറ്റുള്ള ആളുകളിൽ നിന്നും വന്നതാണെങ്കിൽ നമ്മൾ ഈ പ്രതിവിധി ജാതിക്കയുടെ പൂവ് അരച്ച് ഇടിച്ച് പിഴിഞ്ഞ നീരിൽ ഈ മന്ത്രം ജപിച്ച് കുടിച്ചാൽ ഇത് മാറുകയും ചെയ്യും. അതാണ് മന്ത്ര ഔഷധ മാന്ത്രിക പ്രയോഗം എന്ന് പറയുന്നത്. അതിൽ മരുന്നും മന്ത്രവും കൂടിയിട്ടാണ് ചില ആളുകൾ ഇത് ചെയ്യുക. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പം മന്ത്രം ഇതാണ്. ഓം അദോഹര അദോഹര സ്വാഹ. ഓം അദോഹര അദോഹര സ്വാഹ. ഓം അദോഹര അദോഹര സ്വാഹ. ഓം അദോഹര അദോഹര സ്വാഹ. ഇത് ജപിക്കുമ്പോൾ നമ്മൾ ശത്രുക്കളിൽ നിന്ന് വന്ന ദോഷങ്ങൾ ഒഴിഞ്ഞു പോകണമെന്ന് പ്രാർത്ഥിച്ചിട്ട് ചൊല്ലുക. ശത്രുവിൻ്റെ കേൾവി നഷ്ടപ്പെടാനായി ആ ശത്രുവിനെ മനസ്സിൽ വിചാരിച്ച് ഇത് ചെയ്യുക. ചെയ്യുന്നതിൻ്റെയൊക്കെ ആവശ്യകതയും വെച്ചാൽ നമുക്ക് ഒരു തരത്തിലും മറ്റൊരാളുടെ മുന്നിൽ പിടിച്ചു നിൽക്കാതെ അയാൾ പൂർണ്ണ ശക്തനായിരിക്കുന്ന ഒരവസ്ഥയിൽ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി മാത്രം, നമുക്ക് നമ്മുടെ ജീവനും കുടുംബം സംരക്ഷിച്ചേ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇത് യോഗീശ്വരന്മാർ കൃഷീശ്വരന്മാരൊക്കെ അങ്ങേയറ്റം ഇതിൻ്റെ ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആവശ്യമില്ലാതെ ദുർവിനിയോഗമായിട്ട് പ്രയോഗിച്ചാൽ നമുക്ക് തന്നെ തിരിച്ചടിക്കും എന്നുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാണ് ഇതിൻ്റെ ഇപ്പം മറ്റൊരു പ്രത്യേകത. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഓം നമഃ ശിവായ എന്നും ഓം നമോ നാരായണായ നമ എന്ന് നമ്മൾ 108 തവണ ജപിക്കണം. ശത്രുവിന് കൊടുക്കാനുള്ളതാണെങ്കിലും നമുക്ക് പ്രതിവിധിയായിട്ട് കഴിക്കുന്നതിനും ഈ മന്ത്രം ജപിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് വേണം, ഇത് 1008 കുറയാതെ ജപിക്കണം. 3000 3336 ഏറ്റവും കുറഞ്ഞത് ഉണ്ടാകുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഫലം. ഇത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ജപിക്കാം. നിങ്ങൾക്ക് ഇതിന് അങ്ങേ അറ്റം എഫക്റ്റാണ്. അപ്പോൾ വൈദ്യം, ജ്യോതിഷം, മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യം.